ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റുകളാണ് ആ ലൈമൻ സീരീസ്, ബാൽമർ സീരീസ്, പാസ്റ്റൻ, ബ്രാക്കറ്റ്, ഫണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് ഒരു റിഡ്ബർഗ് കോൺസ്റ്റന്റ്, റിഡ്ബർഗ് കൺസെപ്റ്റ് അങ്ങോട്ട് നമ്മൾ എത്തണം. അതിനു മുമ്പ് ഡിഫറെന്റ് ആറ്റം മോഡൽ വേണം, അതിന്റെ ഡ്രോബാക്സ് വേണം. അവിടുന്ന് ആംഗുലാർ മൊമെന്റ് ഉണ്ട്, എനർജി ഓഫ് ഒരു ഓർബിറ്റിന്റെ -13.6 എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ. ഇത്രയും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ചോദിക്കണം കേട്ടോ. സോ നമുക്കറിയാം ഒരു ആറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന പോലെ ദാറ്റ് ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ്. ഇപ്പം സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സ്മോളസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആറ്റമാണ്. ആൻഡ് ദ സൈസ് ഓഫ് ദ ആറ്റം ഈസ് അപ്രോക്സിമേറ്റ്ലി 10⁻⁻10 മീറ്റർ. അപ്പൊ നോക്കി എത്രത്തോളം ചെറുതാണ്. 0.000000 അങ്ങനെ 9 ആണ്. 2 4 6 7 8 9 1. ഇത്രയും ചെറുതാ. 1 മീറ്ററിനെ ഇത്രയും ഭാഗം, ഇത്രയും കോടിക്കണക്കിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദാറ്റ് ഈസ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ മെറ്റീരിയൽ. അതിനെ നമ്മൾ ആറ്റം എന്ന് പറയും. ആറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, അതിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. സോ ഇസഡ് ഈസ് ദ ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആവാം, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണിന്റെ എണ്ണമാകാം, അല്ലെ അത് തന്നെയാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പം ഒരു ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. പ്രോട്ടോൺ 5 എണ്ണം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇക്വലന്റ് ടു 5 ഇലക്ട്രോൺ ഇൻ ദ ഓർബിറ്റ്സ്. എത്ര പ്രോട്ടോൺ ഒരു ന്യൂക്ലിയസിനകത്തുണ്ടോ അത്രയും ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റിലൂടെ മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ ഓർബിറ്റൽ മോഷൻ. അപ്പൊ എങ്ങനെയായിരിക്കും ഇത് സ്റ്റേബിൾ ആയിട്ട് മൂവ് ചെയ്യുന്നത്? ഇത് സ്റ്റേബിൾ ആയിട്ട് മൂവ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇത് കറങ്ങുമ്പോൾ നമുക്കറിയാം അതിനകത്തേക്ക് അതിന് അകത്തേക്ക് ഒരു ന്യൂക്ലിയർ അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു കൂളോംബിക് അട്രാക്ഷൻ ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ്. കൂളോംബിക് അട്രാക്ഷൻ ഓർ കൂളോം ഫോഴ്സ് ഉണ്ട് ഈ പറയുന്ന പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ. അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺ ഇതിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുമ്പോൾ അതിന് പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള ടെൻഡൻസി ഉണ്ട്, ഓർ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, mv²/r. r is the radius. അങ്ങനെയെങ്കിൽ എപ്പോഴാണോ ദിസ് കൂളോം ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ that is equal to this mv²/r or centripetal force, then we can say that electron will be revolved around the nucleus in the particular path. അപ്പം ഒരു ഓർഡർ ഇങ്ങനെയൊന്ന് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ആറ്റം പ്രപ്പോസ് ചെയ്തത് നമ്മൾ ഡാൾട്ടന് ശേഷം J.J. തോംസൺ ആറ്റം മോഡലായിരുന്നു. J.J. തോംസൺ ആറ്റം മോഡലാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു അപ്രോക്സിമേറ്റ്ലി എന്നാന്ന് പറഞ്ഞാൽ പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയും. അതായത് പ്ലം ഉണ്ടാക്കി വെച്ച് അതിനകത്തേക്ക് നമ്മളിപ്പോൾ കുറച്ച് ഗ്രേപ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ന്യൂക്ലിയസ് കിടക്കുന്നതെന്നാണ് J.J. തോംസൺ ആദ്യം പറഞ്ഞത്. അതിനെ തിരുത്തിക്കൊണ്ട് അതിനുശേഷം റുദർഫോർഡ് വന്നു. റുദർഫോർഡ് പറഞ്ഞു ഒരു ആറ്റത്തിൽ അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചെയ്തു. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഹീലിയം ന്യൂക്ലിയസിന് തുല്യമാണ്. ഹീലിയം 2 4 എന്ന് പറയുന്ന ആറ്റോമിക് നമ്പർ 2ഉം മാസ് നമ്പർ 4ഉം ഉള്ള ഒരു ന്യൂക്ലിയസിന് തുല്യമാണ്. അപ്പം അതിന് 2 പോസിറ്റീവ് ചാർജ് ആണുള്ളത്, അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നതിന് പോസിറ്റീവ് ചാർജ് ആവുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒരു ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒരു ഗോൾഡ് ഫോയിൽ വെച്ചിട്ട് ചെയ്തു.
ഒരു ഗോൾഡ് ഫോയിൽ ഇവിടെ വെച്ചിട്ട് ഒരു ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതിങ്ങനെ ഡീവിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങ് പോകുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇതിനകത്ത് എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ ലൈൻസ്, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഇതിനകത്തോടെ തുളഞ്ഞു കയറിപ്പോയി. അപ്പൊ നമുക്ക് പറയാം ഒത്തിരി സ്ഥലത്തൂടെ കടന്നു പോകും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പാർട്ട് ഈസ് എംപ്റ്റി. The most of the part in an atom is empty. പിന്നെ പറഞ്ഞു അതിന്റെ സെന്ററിൽ ഒരു പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഇനി അദ്ദേഹം പറഞ്ഞു ആ ന്യൂക്ലിയസിന് ചുറ്റും എന്ത് ചെയ്യുവാണ്, ഓർബിറ്റിൽ പ്രപ്പോസ് ചെയ്തു, ഓർബിറ്റിലൂടെ ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷെ അതിനൊരു ഡ്രോബാക്ക് ഉണ്ടായി. കാരണം ഈ ഇലക്ട്രോൺ ഇദ്ദേഹം പറഞ്ഞത് ഒരു സ്പൈറൽ മോഷൻ എന്നാണ് പറഞ്ഞത്. സ്പൈറൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇലക്ട്രോൺ ഇപ്പൊ ഇങ്ങനെ ഒരു ഓർബിറ്റ് കറങ്ങുവാണെങ്കിൽ അതിന്റെ എനർജി കുറഞ്ഞ് കറങ്ങി 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 അവസാനം എവിടെ വന്ന് വീഴും, ന്യൂക്ലിയസിൽ വന്ന് വീഴും. അപ്പൊ നോക്കിയേ, ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ പോകുന്നില്ല. ഡ്യൂ ടു ദ സ്പൈറൽ മോഷൻ ഓഫ് ദ ഇലക്ട്രോൺ ഇതിനെന്ത് പറ്റും, ഈ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന് പറ്റിയില്ല. അപ്പം ഈ സ്റ്റെബിലിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അടുത്തതായി പ്രപ്പോസ് ചെയ്തതാണ് നീൽസ് ബോർ ഓർ ബോർ ആറ്റം മോഡൽ. അപ്പം നമ്മളൊക്കെ ഉപയോഗിക്കുന്നതും നമ്മളൊക്കെ സ്വീകരിക്കുന്നതും ബോർ ആറ്റം മോഡലാണ്. ഇവിടെ പറയുന്നു ഇതൊരു ഫിക്സഡ് ഓർബിറ്റിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അതിന് ഒരു ചേഞ്ചും ഒരിക്കലും വരികയില്ല. അതുപോലെ എനർജി ഡിസിപ്പേഷൻ ഇല്ല. കൃത്യമായ എനർജിയിലാണ് മൂവ് ചെയ്യുന്നത്. സ്പൈറൽ മോഷൻ ഇല്ല. അത് മൂവ് ചെയ്ത് നടുക്കോട്ട് പോയി വീഴില്ല. ഒരു ഫിക്സഡ് പാത്തിലൂടെ അത് റിവോൾവ് ചെയ്യും അറൗണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഓർബിറ്റ്. അദ്ദേഹം ഒരു കാര്യം ഇവിടെ പറഞ്ഞു, ഇങ്ങനെ ഒരു റിവോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു സർക്കുലർ മോഷനാണ്, അവിടെ ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ടാവും. ആ ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞ L = N × h കട്ട് എന്ന് പറഞ്ഞു. h കട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ h/2π ആണ്. സോ NH/2π where h is the Planck's constant. ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ഓർബിറ്റലിലൂടെ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുവാണെങ്കിൽ ആ ഇലക്ട്രോണിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് E = hν ആയി. ഇത്രയാണ് ബേസിക്കലി ദ ഇൻട്രഡക്ഷൻ പാർട്ട് ഓഫ് ദ ആറ്റം. Atom is the smallest part or smallest unit, approximately 10⁻⁻10 meter. അപ്പൊ അതിന്റെ നടുക്ക് അതിലും ചെറുതായിട്ടാണ് ആയിരിക്കുന്നത് ന്യൂക്ലിയസ്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 10⁻14 to 10⁻15 മീറ്റർ ആണ്. പുറത്തുള്ളത് ഇലക്ട്രോൺ ആണ്. അതിന്റെ നമ്പറിനെ ആറ്റോമിക് നമ്പർ എന്ന് വിളിക്കും. കൃത്യം നമ്പർ ഓഫ് പ്രോട്ടോൺ നടുക്കുണ്ട്. ചാർജ് കൃത്യം ബാലൻസ്ഡ് ആണ്. ദെൻ ജെ തോംസൺ പറഞ്ഞു ഇറ്റ് ഈസ് ലൈക്ക് എ പ്ലം പുഡിംഗ് മോഡൽ. കൃത്യമായിട്ടൊരു അറേഞ്ച്മെന്റ് ഇല്ല, ന്യൂക്ലിയസ് ഇഷ്ടമുള്ളടത്ത് അറേഞ്ച് ചെയ്യാം. അത് തെറ്റാണെന്ന് റുദർഫോർഡ് ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റിലൂടെ ചെയ്തു. ആൽഫ സ്കാറ്ററിങ്ങിന് പോസിറ്റീവ് ചാർജ് ആണ്. ഒരു ആൽഫ പാർട്ടിക്കിൾ അങ്ങ് മൂവ് ചെയ്ത് എന്നപ്പോഴത്തേന് ചില പാർട്ടിക്കിൾ തിരിച്ചു പോരുകയും ബാക്കിയെല്ലാം കടന്നു പോവുകയും ചെയ്തു. ഒത്തിരി എണ്ണം കടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ജെ തോംസൺ പറഞ്ഞു റുദർഫോർഡ് പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ പാർട്ട് എംറ്റി ആണ്. അതിന്റെ സെൻട്രൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതിന് ചുറ്റും ഒരു പർട്ടിക്കുലർ പാത്തിലൂടെയാണ് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. അതിനെ ഓർബിറ്റൽ എന്ന് പറഞ്ഞു. പക്ഷെ പ്രശ്നം എന്നാ പറ്റി, ആ ഇലക്ട്രോണിന്റെ എനർജി ഡിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സ്പൈറൽ പാത്തിലൂടെ കറങ്ങി കറങ്ങി അവസാനം ന്യൂക്ലിയസിൽ വന്ന് വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ അദ്ദേഹത്തിന് പറ്റി. എല്ലാ പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് വന്നതാണ് പിന്നെ നീൽസ് ബോറിന്റെ ബോർ ആറ്റം മോഡൽ. ഒരു ഫിക്സഡ് പാത്തിലൂടെയാണ് അത് മൂവ് ചെയ്യുന്നത്. എനർജി ഡിസിപ്പേഷൻ ഇല്ല ഓർ എനർജി ലോസ് ഇല്ല. അപ്പോൾ ഇത് പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ മാത്രം മൂവ് ചെയ്യും. അതിന് പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ ഒരു സാധനം സർക്കുലർ മോഷനിൽ ഏർപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു ആംഗുലാർ മൊമെന്റം ഉണ്ട്. ആ ആംഗുലാർ മൊമെന്റം L എന്ന് എടുത്താൽ Lന്റെ വാല്യൂ എന്ന് പറയുന്നത് NH കട്ട് ആയിരിക്കും. H കട്ട് എന്ന് പറയുന്നത് h/2π ആയിരിക്കും. വേർ h is the Planck's constant. Similar way the energy of the
electron revolving around the nucleus that can be find out by using E is equal to h nu. Einstein equation ആണ്. E is equal to h nu എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് അത്രയും എമിറ്റ് ഒരു അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു എനർജി ലെവൽ ഉണ്ട്, ഇവിടെ ഒരു എനർജി ലെവൽ ഉണ്ട്. ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ എനർജി സ്വീകരിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അവിടുന്ന് തിരിച്ച് താഴത്തേക്ക് വരുമ്പോൾ അത് സ്വീകരിച്ച എനർജിയാണ് ഈ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറഞ്ഞ് പുറത്തു വിടുന്നത്. ഇത്രയും കാര്യമാണ് ബോർ പറഞ്ഞത്. ഒരു ഓവറോൾ ഐഡിയ കിട്ടിയില്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ 2011 മാർച്ചിലെ ചോദ്യമായിരുന്നു. Bohr proposed a new model of atom to overcome a problem of Rutherford atom model. Option A. Which specific problem of Rutherford model was attempted to be solved by Bohr model? Rutherford atom മോഡലിന്റെ ഏത് സ്പെസിഫിക് പ്രോബ്ലമാണ് നീൽസ് ബോർ സോൾവ് ചെയ്തത്? നീട്ടു ആൻസർ പറഞ്ഞേ. ഹലോ ഹലോ ഇങ്ങനെ എഴുതണം. അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി, the accelerating electron emit radiation. അപ്പൊ അതിന്റെ എനർജി കുറയുന്നു എന്ന് പറയണം. Hence it revolving in a spiral path and eventually it will fall into the nucleus. ഈ പ്രോബ്ലം ആണ് ആര് പരിഹരിച്ചത്? നീൽസ് ബോറിന്റെ ആറ്റം മോഡൽ വെച്ച് അദ്ദേഹം പരിഹരിച്ചത്. ക്വസ്റ്റ്യൻ ബി, വാട്ട് ആർ ദ ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ? 3 മാർക്കിന്റെ ചോദ്യമാണ്. പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. ഒന്ന് നമ്മൾ എന്നാ പറഞ്ഞേ? An electron in an atom revolving in a certain stable orbit without the emission of or radiation of energy. The electrons revolving around the atom in a particular orbit or stable in a stable orbit without the emission of radiation
റേഡിയേഷണൽ എനർജി. റേഡിയേഷൻ എനർജി എമിറ്റ് ചെയ്യാതെ ന്യൂക്ലിയസിന് ചുറ്റും അതൊരു ഫിക്സഡ് പാത്തിലൂടെ മൂവ് ചെയ്യും. And he also said that the angular momentum of that orbit is equal to nh by nh gut, that is equal to nh by 2 pi, where h is a Planck's constant. ഇനി ഈ പോസ്റ്റുലേറ്റ് തന്നെയാണ് അടുത്തതും കൂടി എഴുതുന്നത്. പോസ്റ്റുലേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അതായത് an electron make a transition from one orbit to another orbit, or an electron move from higher energy level to lower energy level it emit the energy in the form of radiation. അപ്പൊ നോക്കി, ഞാനൊരു പടമൊക്കെ വരച്ചു വെച്ചാൽ നന്നായിട്ട് മാർക്ക് കിട്ടും. ഇത് ഈ ഫൈനൽ, ഇത് ഈ ഇനിഷ്യൽ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന എനർജി ഒന്നെങ്കിൽ താഴ്ന്ന് മുകളിലോട്ട് പോവാം, അല്ലെ മുകളിൽ നിന്ന് താഴ്ത്തോട്ട് പോവാം. ഇ ഐ മൈനസ് ഇ എഫ് അതെത്രയായിരിക്കും? ഇ ഈക്വൽ ടു എച്ച് ന്യൂ ആയിരിക്കും. അപ്പൊ ആ സ്വീകരിച്ച എനർജി, ഒരു ഇലക്ട്രോൺ ഈ ഓർബിറ്റിൽ നിന്ന് ഒരു എനർജി സ്വീകരിച്ച് ഇവിടെ പോയി, പക്ഷെ അവിടെ അത് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അത് തിരിച്ച് താഴത്തോട്ട് പോയി. അപ്പൊ അത് സ്വീകരിച്ച എനർജി ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻ എച്ച് ന്യൂ ആയിട്ട് പുറത്തു വിടും. ആക്ച്വലി ദീസ് ആർ ദ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ. മനസ്സിലായോ? എനർജി ഓഫ് എന്ത് സ്റ്റേഷനറി ഓർബിറ്റ്, ഓരോ ഓർബിറ്റലിന്റെയും എനർജി കണ്ടുപിടിക്കണം. ഡെറിവേഷൻ ഉണ്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. എനർജി ഓഫ് എന്തെന്ന് പറഞ്ഞാൽ 1 ആണ് ഫസ്റ്റ് ഓർബിറ്റ്, 2 ആണ് സെക്കൻഡ് ഓർബിറ്റ്, 3 ആണ് തേർഡ് ഓർബിറ്റ്, അങ്ങനെ എന്ത് ഓർബിറ്റിന്റെ എനർജി ഓഫ് ദ എന്ത് ഓർബിറ്റ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിനകത്തേക്ക് ഏത് ഫോഴ്സ് ഉണ്ടെന്നാ പറഞ്ഞേ? അകത്തേക്ക് ഏത് ഫോഴ്സ് ഉണ്ട്? വെരി ഗുഡ്. ഇന്ന ഡയറക്ഷൻ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളോം ഫോഴ്സ് അല്ലേ? കൂളോം ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് 1/4πε0 Q1 Q2/r². ഇവിടെ അതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാല് ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് കറങ്ങുമ്പം പുറത്തേക്കുണ്ട്. സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് mv²/r. എന്ത് ഓർബിറ്റ് ആണ് വേണേ r എന്ന് ഇടാം. അപ്പൊ മറ്റേ സ്റ്റേബിൾ കണ്ടീഷനിൽ എങ്ങനെയായിരിക്കണം? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ഏത്? 1/4πε0 Q1 Q2/r² ഈക്വൽ ടു mv²/rn ആയിരിക്കണം. ശരിയല്ലേ? ശരിയാണോ? ഇവിടം വരെ മനസ്സിലായോ? എന്താ നോക്കിയേ, ഇവിടെ r² ഉണ്ട് അല്ലെ, rn² ഉണ്ട്. അപ്പം ഒരു rn² ഇവിടുത്തെ rnഉം വെട്ടിക്കളയാം. അപ്പൊ എത്രയായി? 1/4πε0
Q1 Q2 by Rn, that is equal to mv square. That is equation number 1. അവിടെ നിന്നോട്ടെ. അതെന്നാന്ന് ചോദിച്ചാൽ എനർജിയാ കണ്ടുപിടിക്കണ്ടേ അല്ലേ? എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. അപ്പം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ. എം വി സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ കിട്ടിയില്ലേ? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാവും? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയറിന് പകരം 1/4πε0 Q1 Q2 by Rn. ഇനി Q1 ഉം Q2 എന്നാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെയുള്ള ചാർജ് ഓഫ് ദ ഇലക്ട്രോണും ഇവിടെ ഉള്ള ചാർജ് ഓഫ് ദ ന്യൂക്ലിയസ്, ഈ പ്ലസ് അല്ല ഈ മൈനസ് എഴുതാം. പക്ഷെ ഈ കൂളോംബിക് ഫോഴ്സിൽ ഈ കേസിൽ നമുക്ക് ചാർജിന്റെ നെഗറ്റീവ് പോസിറ്റീവ് സൈൻ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ രണ്ടിനെ ഇ ഇൻറ്റു ഇ സ്ക്വയറിന് എഴുതാം. സോ 1/2 × 4 8 ആവും. 1/8πε0 E square by Rn ആവും. That is equation number 2. That means the kinetic energy. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ പറഞ്ഞേ മീട്ടു. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ വാല്യൂ രണ്ടാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ഇക്വേഷൻ 1/4πε0 Q/R ഇൻറ്റു വരുന്ന ചാർജ്. ഇവിടെ നമ്മൾ വരുന്ന ചാർജിന്റെ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് സൈൻ എടുക്കണം. സോ 1/4πε0 E/Rn ഇൻറ്റു മൈനസ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ഇ സ്ക്വയർ ബൈ ആർ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇത് 1/8πε0 E സ്ക്വയർ ബൈ Rn. ഒരു മൈനസ് ഉണ്ടല്ലേ, മൈനസ് 1/4πε0 E സ്ക്വയർ ബൈ R. അപ്പൊ നോക്കിയേ 1/8 മൈനസ് 1/4, 1/8 മൈനസ് 1/4, 4 ഇങ്ങനെ പോവും. 4 മൈനസ് 8 ഡിവൈഡഡ് ബൈ 32 that's equal to minus 4 divided by 32 that's equal to minus 1/8. അപ്പം minus 1/8 ആൻസർ വരും. minus 1/8 πε0 E square by R. That is the total energy. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുകൂടെ വേണേൽ വൃത്തിയായിട്ട് എഴുതാം. therefore total energy is equal to minus E square divided by 8πε0 into R. That is the value of total energy, or that is equation number 4. ഇവിടം വരെ നോക്കിയേ മുഴുവൻ മനസ്സിലായി, എന്നാലേ ബാക്കി മനസ്സിലാവുള്ളൂ.
മീട്ടു ഇവിടം വരെ മനസ്സിലായോ? ഇനി ഇവിടെ ഒരു RNന്റെ വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. RNനെ നമ്മൾ വിളിക്കുന്നത്, നമ്മൾ നീൽസ് ബോർ കൺസെപ്റ്റ് അനുസരിച്ച് ബോർ റേഡിയസ് ആണ്. ബോർ റേഡിയസിന്റെ വാല്യൂ നിങ്ങൾ പഠിക്കണം. n² h² ε0 ഡിവൈഡഡ് ബൈ പൈ m ഇൻറ്റു E². സോ ആ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാകും? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -E² ഡിവൈഡഡ് ബൈ 8π ε0 ഇൻറ്റു RN ഇവിടെ കൊടുക്കണം. n² h² ε0 ഡിവൈഡ് ബൈ പൈ m E². ഇവിടെ നമുക്കൊരു പൈ ഉണ്ട്, വെട്ടിക്കളയാം. വേറെ ഒന്നും വെട്ടിക്കളയാനില്ല. E² മുകളിൽ പോയി e⁴ ആകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് m മുകളിൽ പോയി m e⁴ ഡിവൈഡഡ് ബൈ 8 ε0 into ε0 ε0² n² ε0² h². ഇതിനകത്ത് മാസ് ഓഫ് ദ ഇലക്ട്രോൺ, ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ, n ഒഴികെ ബാക്കി ε0 പെർമിറ്റിവിറ്റി, h പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. n മാത്രമേ കോൺസ്റ്റന്റ് അല്ലാത്തൊരു ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പം ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു -m e⁴ ഡിവൈഡ് ബൈ 8 ε0² h² ഇൻറ്റു 1/n². ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ വാല്യൂ ആണ് -13.6. ഇത് ബൈ n², അത്രയും ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ് ഈസ് ദ എനർജി ഓർ ടോട്ടൽ എനർജി ഓഫ് ദ nth ഓർബിറ്റ്. ഇപ്പം nth ഓർബിറ്റിൻ്റെ ഒരെണ്ണം കാണാൻ ചോദ്യം ചോദിച്ചാൽ, പ്രോബ്ലം ചോദിച്ചാലെല്ലാം ഡെറിവേഷൻ ചെയ്യാനാണ് ഇത്രയും ചെയ്യണം. പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ ഇപ്പം നോക്കിയേ, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫസ്റ്റ് ആണെങ്കിൽ എന്നിന് പകരം 1 എന്ന് കൊടുക്കുമ്പോൾ -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ എന്നിന് പകരം 2 കൊടുക്കണം. അപ്പോൾ -13.6/4 വരും. അങ്ങനെ 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 എനർജി കണ്ടുപിടിക്കാം. സോ ദ ജനറൽ ഇക്വേഷൻ ഫോർ ദി എനർജി -13.6 ഡിവൈഡഡ് ബൈ n², അത്രയും ഇലക്ട്രോൺ വോൾട്ട്. വളരെ വലിയൊരു ഡെറിവേഷൻ ആണ് അത്യാവശ്യം. അപ്പം ആദ്യം ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഴുതുക. അവിടെ ഇലക്ട്രോണിൻ്റെ ഇതിൻ്റെയും കേസിൽ ചാർജിന് E തന്നെ കൊടുക്കുക, +E കൊടുക്കുക. പിന്നെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എഴുതുക. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് വെച്ച് mv² കണ്ടുപിടിക്കുക. കൈനറ്റിക് എനർജി ½ mv² ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇൻറ്റു വരുന്ന ഇലക്ട്രോൺ. ടോട്ടൽ എനർജി അത് രണ്ടും കൂടെ കൂട്ടി കഴിയുമ്പം 1/8 - 1/4 ആണ്. അത് കൂട്ടി കഴിയുമ്പോൾ -1/8 വരും. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനിൽ നിന്ന് ഇക്വേഷനിലോട്ട് RN എന്ന് പറയുന്ന ബോർ റേഡിയസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ബോർ റേഡിയസിന്റെ വാല്യൂ അറിയണം. n² h² ε0 ബൈ പൈ me². ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുകളിലോട്ടും താഴത്തോട്ടും മാറ്റി കഴിയുമ്പോൾ -13.6 ഡിവൈഡഡ് ബൈ n², അത്രയും ഇലക്ട്രോൺ വോൾട്ട് എന്നാവും. 2018 മോഡൽ ചോദ്യം. മൂലം the radius of the nth stationary orbit of hydrogen atom Rn is equal to, Rn ആണ് തന്നിരിക്കുന്നത്, n² h² ε0 പൈ me². ഏത് ബോർ റേഡിയസ് ആണ്. യൂസിങ് ദിസ് ബോർ പോസ്റ്റുലേറ്റ് obtain an expression for the energy of the electron in the stationary state of the hydrogen atom. ഈ ഡെറിവേഷൻ മുഴുവൻ ചെയ്തിരിക്കുകയാണ്. 3 മാർക്കിന്റെ ഡെറിവേഷൻ മുഴുവൻ ചെയ്ത് ഏറ്റവും അവസാനം കിട്ടിയ ആ ഡെറിവേഷനിൽ എന്ത് ചെയ്തു? എന്നിന് എന്നാ ചെയ്തു? 1 എന്ന് കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി? എനർജി ഓഫ് ദ ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഓർബിറ്റേ ഉള്ളൂ, n1 ആയി -13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടി.
കണ്ടോ ചോദ്യം? ചോദ്യം എഴുതിയെടുത്തേ. 2018 മോഡൽ. ക്വസ്റ്റ്യൻ എഴുതിക്കേ. വേണ്ടെന്നൊന്നും പറയല്ലേ കേട്ടോ. 2018 മോഡലിലെ ചോദ്യം എഴുതിക്കേ. അതിനെ തന്നിരിക്കുകയാണ്. ദ റേഡിയസ് ഓഫ് nth സ്റ്റേഷനറി ഓർബിറ്റ് ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം Rn is equal to n square h square epsilon 0 divided by pi me square. ഇനി പറയുവാണ്, യൂസിങ് ബോർ പോസ്റ്റുലേറ്റ് obtain an expression for the energy. Of an electron, എഴുതാൻ ഇടയില്ലേ, എഴുതാം. Of an electron in the stationary states of hydrogen atom. ഈ ചോദ്യത്തിന് ഇത് മുഴുവൻ എഴുതി ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യണം? n = 1 കൊടുക്കണം. അപ്പൊ En എത്രയാകും? -13.6 ഇലക്ട്രോൺ വോൾട്ട്. 3 മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഡെറിവേഷൻ മനസ്സിലായോ മീട്ടു? ഹലോ, ഡെറിവേഷൻ മനസ്സിലായോ? എഴുതിയെടുത്തേ. അവസാനം എഴുതിയ ഇക്വേഷൻ ഇല്ല, En is equal to -me⁴ divided by 8 epsilon 0 square h square into 1/n square. ഓക്കെ, ആ ഇക്വേഷനിൽ നിന്ന് ബാക്കി തുടങ്ങുക, തീർന്നിട്ടില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നത് ഇത്ര നേരം. സോ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിൽ നിന്ന് പോരുവാണ്. ആ ന്റെ ഇക്വേഷൻ അങ്ങനെ നിൽക്കട്ടെ. En is equal to -me⁴ divided by 8 epsilon 0 square h square into 1/n square. അങ്ങനെയല്ലായിരുന്നോ? ഇനി ഞാൻ പറയാണ്, ഈ എനർജി എന്ന് പറഞ്ഞ hν തുല്യമാണ്. സോ hν is equal to -me⁴ divided by 8 epsilon 0 square h square into 1/n square. hν എന്ന് പറഞ്ഞാൽ നമുക്കറിയാം hc/λ എന്നല്ലേ. μ is equal to c/λ. That is equal to -me⁴ divided by 8 epsilon 0 square h square into 1/n square. ഇതിനകത്ത് നമുക്ക് എന്നാ എഴുതാം? 1/λ ഇവിടെ നിർത്താം. 1/λ is equal to c താഴത്തേക്ക് പോകും, h മുകളിലേക്ക് പോകും. സോറി, h താഴത്തേക്ക് പോകും, സിയും താഴത്തേക്ക് പോകും. -me⁴ divided by 8 epsilon 0 square h³ c into 1/n square. ഈ 1/λ നമ്മൾ വിളിക്കുന്ന പേരാണ് വേവ് നമ്പർ. അതിനെ മറ്റൊരു രീതിയിൽ എഴുതാറുണ്ട്, ന്യൂ ബാർ എന്ന് എഴുതാറുണ്ട്. ഇനി ന്യൂ ബാർ ഈസ് ഈക്വൽ ടു -me⁴ divided by 8 epsilon 0 square h³ c into 1/n2 square minus 1/n1 square. 2 ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ? ആ നെഗറ്റീവ് സൈനെ കൊണ്ട് ഇതിനെ ഗുണിക്കുമ്പോൾ എങ്ങനെയാവും? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു ഓർ 1/λ ഈസ് ഈക്വൽ ടു me⁴ divided by 8 epsilon 0 square h³ c into 1/, തല തിരിഞ്ഞു വരും, നെഗറ്റീവ് കൊണ്ട് ഗുണിക്കാം, 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇതല്ലേ മീട്ട് മുമ്പേ പറഞ്ഞ ഇക്വേഷൻ? ഇപ്പൊ മനസ്സിലായി n1 എങ്ങനെ ആദ്യം വന്നു എന്നുള്ളതൊക്കെ?
മുമ്പേ ചെയ്ത ആ ഡെറിവേഷനെ ആ നെഗറ്റീവിനെ നമ്മൾ കൂടത്തിൽ കൊണ്ടുപോകണം. ഇതിനകത്ത് ഇത്രയും ടേമിനെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് റിഡ്ബർഗ് കോൺസ്റ്റന്റ്. അതിന്റെ കോൺസ്റ്റന്റിന്റെ വാല്യൂ റിഡ്ബർഗ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. R = 1.0973 into 10⁻⁷ m⁻⁻⁻⁻. സോ ഇങ്ങോട്ട് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/λ is equal to R into 1/n1² minus 1/n2². ഇതിനകത്ത് n1 n2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈമൻ ബാൽമർ എല്ലാ സീരീസും കിട്ടും. സോ ദിസ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. 1/λ is equal to R into 1/n1² minus 1/n2². മനസ്സിലായോ? ഇവിടം വരെയുള്ള ഡെറിവേഷൻ ഒറ്റയടിക്ക് എഴുതിയെടുക്കണം. ഇവിടം വരെയുള്ള ഡെറിവേഷൻ എഴുതിയാലേ നമ്മളുടെ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ടേ. അന്തു ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പിലിട്ടേ. ദിയയുടെ നെറ്റ് തീർന്നു. ഇട്ടിട്ട് ഇത് എഴുതിയെടുത്തേച്ച് മുഴുവൻ നോട്ട് ഗ്രൂപ്പിലോട്ട് ഇപ്പൊ എനിക്ക് അയച്ചു തരണം കേട്ടോ. ഞാൻ ദിയാനെ വിളിച്ചു പറയാം. അന്തു എഴുതിയെടുക്കുവാണോ? ഗ്രൂപ്പിലിട്ടുണ്ട്, ഗ്രൂപ്പിലിടുവായിരുന്നു. ഇത് മുഴുവൻ എഴുതി പഠിക്കണം കേട്ടോ നന്ദു. ഇരുന്നു. അതെ, ഇപ്പൊ എഴുതിയത് സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഫോട്ടോ അയക്കുക കേട്ടോ. സാരമില്ല, അവർ പടം മാത്രം എടുത്താൽ പോരെ. അത് എടുത്തിട്ട് ആരുടെയും നെറ്റ് ഷെയർ ചെയ്ത് എടുത്തിട്ട് നോട്ട് ഈ എസ് എ കംപ്ലീറ്റ് എസ് എ എനിക്ക് ഇപ്പം എഴുതി വാട്സപ്പിലോട്ട് നോട്ടായിട്ട് അയക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതിയോ നന്ദു? സാറേ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ സ്റ്റോപ്പ് ഷെയർ കൊടുത്തോട്ടെ. എന്റെ നെറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. എഴുതിയിട്ട് നോട്ട് അയക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ, സി യു.